കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. എന്നെ അറിയാലോ അല്ലേ? മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ കോഴിക്കോട് നിന്ന് 5 ചെറുപ്പക്കാരാണ് പോയത്. അത് ഞങ്ങൾ ഫൈനലിൽ എത്തി. അതിൽ 3ാം സമ്മാനമായ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടാനൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട്, സമയം വളരെ കുറവാണ്. അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ IV ശശി ആദരിക്കൽ ചടങ്ങിന് മമ്മൂക്കയും ലാലേട്ടനും കമലഹാസനൊക്കെ ഉള്ള വേദിയിൽ പങ്കെടുക്കാൻ വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് എല്ലാവരും കോഴിക്കോടാറില്ലല്ലേ? പുറത്തുള്ളവരുണ്ട്. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിക്ക്. കണ്ടവരുണ്ടാവും അല്ലേ? കണ്ടവരുണ്ടെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക. കണ്ടവർക്ക് വേണ്ടി 1-2 സാധനം പുതിയതുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവിധ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇതിൽ ലൈവ് ഷോ ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് പകല് പോലെ സത്യമാണ്. ഇവിടെ ഞാൻ മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, കമലഹാസൻ എന്ന് പറയുന്ന കമലഹാസൻ സാറ് ദശാവതാരം എന്ന സിനിമയിൽ 10 വേഷം ചെയ്യാൻ 3 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഒരു നിമിഷ നേരം കൊണ്ട് മറ്റൊരാളുടെ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ശ്രമം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില ഡയലോഗൊക്കെ പറയും. അതിനൊക്കെയാണ് നോക്കാം, തുടങ്ങാം. മലയാള സിനിമയുടെ 2 ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും, അല്ലേ? ആണ്. ഇവരെ ഞാനൊരു വ്യത്യസ്തമായ രൂപത്തിൽ കാണും. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ഇതിനൊന്നല്ല, 80 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാൻറ്റിന് ഒരു കൈയ്യടി കൊടുക്കുങ്ങൾ ഒരു കുഴപ്പമില്ല അല്ലേ? പാൻറ്റ് ഇഷ്ടപ്പെട്ടിക്കോ? ഇനി ഒരു കൃത്രിമല്ല, നമ്മൾ ചാനലെല്ലാം കാണുന്നതല്ല, നേരിട്ട് ചെയ്യുമ്പോഴാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. മുടി ഞാൻ പറയട്ടെ, കാളക്കൊമ്പ് പോയി ആക്കി വെക്കുക. ഇതാന്ന് വയ്ക്കാം, അതവിടെ നിൽക്കൂ. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോയി ആക്കി വെക്കുക. ആരാന്ന് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കൈയ്യടി കൂടെ. ജോസ് പ്രകാശ് എന്ന് പറയുന്ന സുന്ദരനായ വില്ലൻ നോക്ക് നേരിട്ട് ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാനൊരു ചിരിക്കുമ്പോൾ ഇയാളെ ചെറിയൊരു കട്ടിട്ട് നോക്കണേ, ചെറിയ ജോസ് പ്രകാശ്. ഇതാ റെഡീസ് 1 2 3. നമുക്ക് ഞാനിവിടെ ഡാൻസിന് കാണാം. ആ പാട്ടൊന്ന് വെക്ക്. ഇനി മറ്റൊരു വില്ലനുണ്ട്. ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച പഴയകാല വില്ലൻ MN നമ്പ്യാർ എന്ന് പറയുന്ന വില്ല. ഇതെല്ലാം എൻ്റെ മുടിക്കാ നിങ്ങൾ കൈയടിക്കേണ്ടി ഒരു കൃത്രിമില്ല. നമ്മളെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമാണ്. മുടിക്ക് കൈയടിച്ചോട്ടെ, ഒരു കഷ്ടമില്ല. MN നമ്പ്യാർ, മരിച്ചുപോയ പഴയകാല MN നമ്പ്യാർ. ആ ഒരു വട്ടം കൂടെ നമുക്കിവിടെ ഓർക്കാം. ഇനി ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു കാലത്ത് ഈ ആവേശത്തിൽ KP ഉമർ ഖാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമർക്ക് പറയുന്നോ,
ശേഖർ, എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറഞ്ഞ ഡയലോഗുണ്ട്, രാഘവ, വിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ട് രാഘവ, പറയൂ. മലയാള സിനിമയിലേക്ക് കയറി വരുമ്പോ ലാലേട്ടൻ്റെ കോലം കാണ്ടിങ്ങൾ. ഇപ്പൊ ബിഗ് വെച്ച് സുകുമാർ ഹൈക്കോടതി സാർ പറഞ്ഞിട്ട് വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. പണ്ടത്തെ ലാലേട്ടൻ മലയാള സിനിമയിലേക്ക് കയറി വരുമ്പോൾ ഉള്ള മുടി കണ്ടങ്ങൾ, ഇതാ മുടിക്ക് കൈയടിച്ചിങ്ങൾ വലിയ കൃത്യം പോയി, ഇതാ അല്ലേ, ഇതാ പണ്ടത്തെ ലാലേട്ടൻ. ഈ ചിത്രത്തിൽ ലാലേട്ടന് പാട്ടില്ല, അതുകൊണ്ട് പഴയകാല ചിത്രമല്ല, ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിലെ ആ ഗാനത്തിനൊത്ത് ആ പഴയകാല ലാലേട്ടനിലേക്ക് ഒരു എത്തിനോട്ടം. Is it 66557? ലാലേട്ടനെ കൂടെ ആകിയല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കഴിഞ്ഞെടുക്കാൻ. ഇത് കഴിക്കാണോ കുടുക്ക്? പഴയ ലാലേട്ടനെ നമ്മൾ കണ്ടു, ആരാ നോക്കട്ടെ, പഴയ മമ്മൂക്ക വേണ്ടേ? എന്റെ വിണ്ണിൽ വിടരും നിലാവേ, എന്നും ഉള്ളിൽ വിരിയും കിനാവേ, മോഹങ്ങൾ നാടങ്ങൾ പകരുമ്പോൾ നിന്നെ ഓർത്തൊരു ഗാനമിതാ. എന്റെ വിണ്ണിൽ വിടരും നിലാവേ, എന്നും ഉള്ളിൽ വിരിയും കിനാവേ, എന്റെ വിണ്ണിൽ വിടരും നിലാവേ, എന്നും ഉള്ളിൽ വിരിയും കിനാവേ, മോഹങ്ങൾ നാടങ്ങൾ പകരുമ്പോൾ നിന്നെ ഓർത്തൊരു ഗാനമിതാ. പുതിയ രജനീകാന്ത് എല്ലാവരും ചെയ്യാറുണ്ട്, പഴയ കാലത്തെ രജനീകാന്തിന് எங்கிட்ட மோதாதே நாராஜாதி ராஜனடா, பம்புக்கு இழுக்காது நான் வீராதி வீரனடா. எங்கிட்ட மோதாதே நாராஜாதி ராஜனடா, பம்புக்கு இழுக்காது. ഇഷ്ടപ്പെടുക. നമ്മൾ കുടുംബ കഥ പറഞ്ഞ, കുടുംബിനിയുടെ കഥ പറഞ്ഞ, നല്ല കഥ പറഞ്ഞ നമ്മുടെ ബാലേന്ദ്രമേനോൻ ചേട്ടൻ വേണ്ടേ അല്ലേ, അല്ലേ? നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തമായ ഭരത് ബാലങ്കേ നായർ. ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേ കോളിളക്കത്തിലൊക്കെ ഉള്ള ആ ബാലങ്കേരാണ്, കഷണ്ടിയുള്ള ബാലങ്കേ നായരല്ല. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും
നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? നിറക്കൂട്ട് എന്ന ചിത്രത്തിലെ രവിവർമ്മ എന്ന ശക്തമായ കഥാപാത്രം അവതരിപ്പിച്ച നമ്മുടെ സ്വന്തം മമ്മൂക്ക. അതിലെ പൂമാനം എന്ന പാട്ട് മലയാളികൾ ഒരിക്കലും മറക്കില്ല. എന്റെ മേഴ്സിയെ ഞാനല്ല കൊന്ന്. അവളെന്ത് തെറ്റിതാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. എന്റെ മോളായിരുന്നു മേഴ്സി. എന്റെ ഭാര്യയായിരുന്നു മേഴ്സി. എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സി എന്റെ എല്ലാമായിരുന്നു. മേഴ്സി എന്റെ എല്ലാമായിരുന്നു. എന്റെ എല്ലാമായിരുന്നു മേഴ്സി. എന്റെ എല്ലാമായിരുന്നു. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. മമ്മൂക്കാന്റെ ആക്ഷൻ കാണിച്ചതുപോലെ പണ്ടത്തെ ഒരു ലാലേട്ടനുണ്ട്. താളവട്ടം എന്ന ചിത്രത്തിലൂടെ തുള്ളി തുള്ളി കളിക്കുന്ന നമ്മുടെ ലാലേട്ടൻ അല്ലേ? നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെ നമ്മളെയൊക്കെ കരയിപ്പിച്ചു പോയ ലാലേട്ടനുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇത്രയും നേരം ഒരുപാട് പോരായ്മകളെന്നറിയാം, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നോട് സ്നേഹിച്ച ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. നിങ്ങളെല്ലാ സ്നേഹത്തിനും നന്ദി പറയാണ്. താങ്ക് യു. താങ്ക് യു.